പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ഏറ്റവും ശ്രേഷ്ഠനും ആദരണീയനുമായിരിക്കുന്ന സ്വാഗതം ആശംസിച്ചതായ വന്യപിതാവെ, ബഹുമാനപ്പെട്ട ഡോക്ടർ കൗശിക് പി ജോർജ് അച്ഛൻ, ആദരണീയനായ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നതായ ഏറ്റവും ആദരണീയനായ വൈദിക ശ്രേഷ്ഠൻ, ഈ ശുശ്രൂഷകൾക്ക് എല്ലാം ചുമതല വഹിക്കുന്ന ഈ അനുഗ്രഹീത സുവിശേഷ മഹായോഗത്തിന്റെ പ്രവർത്തകരായ ദൈവമക്കളെ, വിശ്വാസ സമൂഹമേ, വന്യനായ ഘോഷിയച്ഛനെ കണ്ടത് വളരെ ഭാഗ്യമായി കാണുകയാണ്. അദ്ദേഹത്തിന് ലഭിച്ച ഡോക്ടറേറ്റിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നന്മയും നേരുന്നു. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഖത്തർ സെന്റ് ജെയിംസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ പ്രഥമ വികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചുമതല നിറവേറ്റി മടങ്ങുമ്പോൾ ആ കാര്യം എന്നെ ഏൽപ്പിച്ച് അവിടെ വെച്ചുള്ള പരിചയം ഇന്നും തുടരുകയാണ്. വീണ്ടും അദ്ദേഹത്തെ കാണാൻ സാധിച്ച ഭാഗ്യമായി കാണുന്നു. പുത്രതുല്യം എന്നെ സ്നേഹിക്കുകയും പിതൃതുല്യം ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്ന അച്ഛനാണ് ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. വളരെ വിനയത്തോടെ വൈദിക ശ്രേഷ്ഠത്തിൽ പാദം ചുംബിക്കുന്നു. എന്നെ ഒരിക്കൽ കൂടെ ആറ്റരികം കൺവെൻഷന് ക്ഷണിച്ച പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ രാത്രികളിൽ വന്നിയ എപ്പിസ്കോപ്പത്തിലൂടെ, ജിബി അച്ഛനിലൂടെ, ബഹുമാനപ്പെട്ട പാലക്കുന്നേലച്ഛനിലൂടെ എല്ലാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഒന്നിനോടൊന്ന് സാമ്യമുള്ളതായി. അതാണ് ദൈവവചനത്തിന്റെ നിസ്തുലത. ദൈവവചനമെല്ലാം ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഒരു ലക്ഷ്യമാണ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണത് ഓടുന്നത്. ആ ലക്ഷ്യം വന്യനായ പിതാവ് കൽപ്പിച്ചു പറഞ്ഞു, മാറ്റമുണ്ടാകണം, മാനസാന്തരമുണ്ടാകണം എന്നതാണ്. മനുഷ്യനിൽ ഒരു ചേഞ്ച് ഉണ്ടാകണം എന്നതാണ്. പലപ്പോഴും പ്രസംഗത്തിന് മാർക്കിടുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായി വന്ന് 106ാമത് കൺവെൻഷനാണ്. അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ വേദനയോട് പറഞ്ഞു, ഇങ്ങനെയായാൽ അടുത്ത വർഷം ഈ കൺവെൻഷൻ വേണ്ട എന്ന് വെക്കുകയാണ്. ഞങ്ങൾ പറയും, ഏറ്റവും നല്ല പ്രാസംഗികരെ വേണം, ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കൺവെൻഷൻ നടത്തണം, ഏറ്റവും നല്ല ഭംഗിയായിരിക്കും എന്ന് പറയുകയും നമ്മുടെ ആളുകൾ അതിനോട് പോസിറ്റീവായി കാണാതെ വഴിയരികിലും നാൽക്കവലകളിലൊക്കെ ഇരിക്കുന്ന സ്ഥിതി എന്നെ വേദനപ്പെടുത്തുന്നു എന്ന് വന്യ എപ്പിസ്കോപ്പ അച്ഛൻ പറഞ്ഞത് ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൺവെൻഷനുകളെല്ലാം ചടങ്ങായി മാറാതെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുവാൻ, വ്യത്യാസമുണ്ടാകുവാൻ, പുതിയ സൃഷ്ടിയായി തീരുവാൻ, നമ്മുടെ ലക്ഷ്യമെന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ശുദ്ധമുള്ള കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 12ാമത്തെ തിരുവചനത്തിൽ നിന്നുകൊണ്ടൊരു ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നത്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. അടിയൻ വെറും ഒരു കുഴലായി ഈ രാത്രി നിൽക്കണം. എന്റെ മുമ്പിൽ ക്രൂശ് ഉയർന്നു നിൽക്കണം. യേശു നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് ഇടപെടണം. അതിനായി പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. വിശുദ്ധമുള്ള കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 12ാമത്തെ തിരുവചനം വായിക്കാം. 1 കൊരിന്ത്യർ 10:12. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. ആകയാൽ പലപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുന്നത് ആകയാൽ, അതുകൊണ്ട് എന്നെല്ലാം ഉള്ള പ്രയോഗങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിരിക്കാം, സംഭവിച്ചിട്ടുണ്ട്. ആകയാൽ സൂക്ഷിച്ചു പോകണം. നമുക്കറിയാം, നമ്മുടെ യാത്രകളിലെല്ലാം ചില ബോർഡുകൾ കാണാം. അത് നമുക്ക് മുന്നറിയിപ്പ്. ആകയാൽ ശ്രദ്ധിക്കുക, ഡ്രൈവർക്കുള്ള മുന്നറിയിപ്പാണ്. ഡോണ്ട് മിക്സ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊരു മുന്നറിയിപ്പ് കാണാം. അത്
നമുക്കുള്ളതാണ്. നിങ്ങൾ സൂക്ഷിക്കണം, മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. വളവുണ്ട്, കെറിവുണ്ട്, ഡമ്പുണ്ട്, ഹമ്പുണ്ട്, ഇതെല്ലാം മുന്നറിയിപ്പുകളായി കാണാം. അവിടെയെല്ലാം ആകയാൽ നീ ശ്രദ്ധിക്കണമെന്നാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ദൃഷ്ടാന്തം അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്, അവരെ പഠിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചു. വന്നിയ ഡോക്ടർ കോശി ജോസഫിന്റെ ഒരു ലേഖനം കണ്ടു. അത് ഉപമകളെ കുറിച്ചാണ്. യേശുദമ്പുരാൻ പഠിപ്പിച്ചതല്ല, ഉപമകളിലൂടെയാണ്. ഇവിടെ കൊരിന്ത്യ സഭയിലുണ്ടായ ധാർമ്മിക മൂല്യച്യുതികൾ, കൊരിന്ത്യ സഭയിലുണ്ടായിരിക്കുന്ന പിന്മാറ്റങ്ങൾ, കൊരിന്ത്യ സഭയിലുണ്ടായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, ഇതെല്ലാം അപ്പോസ്തലനെ വേദനിപ്പിച്ചിട്ട് പഴയ നിയമത്തിലെ ഒരു സംഭവത്തെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് പഴയ നിയമത്തിൽ സംഭവിച്ചതായ ചില കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നടപ്പ് എപ്രകാരം ആയിരിക്കണം, നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പോസ്തലൻ വിവരിക്കുന്നതാണ് 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വീഴാതിരിപ്പാനായി നോക്കിക്കൊള്ളും. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നാം അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്, നാം എങ്ങോട്ടാ, നമ്മുടെ ലക്ഷ്യം എന്താണ്, നാം എവിടേക്കുള്ള യാത്രയാണ്. നമ്മുടെ ലക്ഷ്യം പലപ്പോഴും വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ആളുകളെ എവിടെയും നമുക്ക് കാണുവാനായി സാധിക്കും. ഒരു ലക്ഷ്യവും ഇല്ലാതെ ഈ യാത്രയുടെ ആരംഭം എന്തെന്നോ അവസാനം എന്തെന്നോ അറിയാതെ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ആളുകൾ, വീണുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ചുറ്റുപാടും എല്ലാം നമുക്ക് കാണാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ രീതിയിലാണ് വളരുന്നത്. മാതാപിതാക്കൾ വലിയ വേദനയോടെയാണ് ഇന്ന് അവരുടെ മക്കളെ കുറിച്ച് വിലപിക്കുന്നത്. കഴിഞ്ഞ നാളിൽ എന്റെ അടുക്കല് ഒരു വല്യമ്മച്ചി കൊച്ചുമകളെ കുറിച്ച് വേദനയുമായിട്ട് വന്നു. അച്ഛാ, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ വളർത്തുന്ന മകളാണ്, വലിയ ലക്ഷ്യം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അവളെ നല്ല രീതിയിൽ ഒരു യാക്കോബായ കുടുംബത്തിൽ നല്ല പശ്ചാത്തലത്തിൽ അവളെ കെട്ടിച്ചയക്കുവാനായിട്ടായിരുന്നു ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. അതിനായിട്ട് എന്റെ മകളും അവളുടെ ജീവിത പങ്കാളിയും അധ്വാനിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ നാളിലാണ് അവളെ കുറിച്ച് ഒരു വാർത്ത കേൾപ്പാനായിട്ട് ഇടയായത്. ഞങ്ങളെല്ലാം അത് വേദനിപ്പിച്ചു. അച്ഛൻ പ്രാർത്ഥിക്കണം, വേണ്ടി വന്നാൽ അവൾ വിളിച്ചെന്ന് ഉപദേശിക്കണം. ഒരു മാറ്റം ഉണ്ടായാൽ ഞങ്ങൾക്കെല്ലാം അത് അനുഗ്രഹമാണല്ലോ. ഞാനത് കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ അമ്മച്ചിയെ പറഞ്ഞയച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞു. ഈ അടുത്ത ദിവസം അഥവാ ഇന്ന് പ്രിയമുള്ള വിഷ്ണു കുർബാനയ്ക്കായി ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ മകളുടെ അമ്മ അഥവാ എന്നോട് പറഞ്ഞ അമ്മച്ചിയുടെ മകളും മകളുടെ മകളായിരിക്കുന്ന ഈ കുട്ടിയും അവിടെ വരികയാണ്. പറഞ്ഞു, അച്ഛാ, ഞാൻ വന്നിരിക്കുന്ന അച്ഛനെ കാണാനും ഒരു വിശുദ്ധ കുമ്പസാരം നടത്താനുമാണ്. ആയതുകൊണ്ട് അച്ഛനെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവൾക്ക് ഉപദേശം കൊടുക്കണം, അവളെ ഒന്ന് മാറ്റിയെടുത്ത് തന്നെ. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ഏതാണ്ട് അരമണിക്കൂറോളം സമയം തുര്യോബയ്ക്ക് എല്ലാം ഒരല്പസമയം മാറ്റിവെക്കേണ്ടി വന്നു. എങ്കിലും ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്, ഒരു സന്തോഷം എനിക്കുണ്ട്. എന്റെ കൂടെ പോന്ന എന്റെ ജീവിത പങ്കാളിയോടും എന്റെ പ്രിയപ്പെട്ട കസ്റ്റൻ ബ്രദറോടും ഞാൻ ആ കാര്യം പറയുകയുണ്ടായി. പരിശുദ്ധ ദേവാലയത്തിന്റെ നടയിൽ തൊട്ട് അവൾ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു പറഞ്ഞു, ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചു, ഞാൻ ആ ചിന്തകൾക്ക് വിരാമമിട്ടു. ഇനി എനിക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട. ഞാൻ ഒരിക്കലും ഇനി അങ്ങനെ പോവുകയില്ല. ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. എനിക്കിനി ഒരു അന്യമതസ്ഥനുമായിട്ടുള്ള ജീവിതം വേണ്ട. ഞാൻ എന്റെ യേശുവിന്റെ മകളായി, എന്റെ യേശുവിന്റെ ഇഷ്ടമനുസരിച്ച് എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ജീവിത പങ്കാളിയോട് കൂടെ ജീവിച്ചുകൊള്ളാം. വലിയ സന്തോഷം എനിക്ക് തോന്നി. വിശുദ്ധ കുർബാനയ്ക്കായി ഒരുക്ക ശുശ്രൂഷയ്ക്ക് 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വൈകിയെങ്കിലും ഒരാത്മാവിനെ യേശുവിനായി കൊടുക്കുവാൻ, ദൈവത്തിനായി വേർതിരിക്കുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് എന്റെ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും മടങ്ങുമ്പോഴും അവരോട് മാറി നിൽക്കുകയാണ് എന്നെ കാണാൻ. അച്ഛാ, എന്റെ മകളെടുത്ത തീരുമാനത്തിൽ നിലനിൽക്കാനും അതിൽ ഉറച്ചു നിൽക്കുവാനും പ്രാർത്ഥിക്കണം.
എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങുമ്പോൾ ദൈവമക്കളെ എങ്ങോട്ടാണ് യാത്രയെന്ന് അറിയാതെ ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങൾ അലയുകയാണ്. ലക്ഷ്യമെന്തെന്നറിയാതെ വീണുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മാറ്റം നമുക്ക് ആവശ്യമാണെന്ന് വന്യ അച്ഛൻ പറഞ്ഞു വെച്ചത്. ഒരു മാനസാന്തരം ആവശ്യമാണ്, ഒരു രൂപാന്തരം ആവശ്യമാണ്. ഇന്ന് എവിടേക്കെന്നറിയാതെ പോകുന്ന ഒരു ജനതയെ പഠിപ്പിക്കുവാൻ അപ്പോസ്തലൻ പഴയ നിയമത്തിലെ ഒരു സംഭവം എടുക്കുകയാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ, വീണുപോയ ഒരു പഴയ നിയമ ചരിത്രം, വീണുപോയ വിശ്വാസികളുടെ ചരിത്രം, വീണുപോയ ഒരു സഭയുടെ ചരിത്രം, വീണുപോയ ഒരു കൂട്ടത്തിന്റെ ചരിത്രം അപ്പോസ്തലൻ വിവരിക്കുകയാണ്. ദൈവമക്കളെ, എന്താണ് എന്റെ പശ്ചാത്തലം? 10-ാം അധ്യായം അതിൽ 1-ാമത്തെ തിരുവചനം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശുദ്ധമുള്ള കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമ സഭയെ വിവരിച്ച് പഠിപ്പിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും സഹോദരന്മാരെ മേഘത്തിൻ കീഴിൽ ആയിരുന്നു, എന്നിട്ട് അവർ വീണുപോയി എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ മേഘത്തിൻ കീഴിലായിരുന്ന നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും വീണുപോയി. എന്താണ് മേഘത്തിൻ കീഴിൽ എന്ന് പറഞ്ഞാൽ? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എന്താണ് മേഘത്തിൻ കീഴിൽ എന്ന് പറഞ്ഞാൽ? പ്രിയമുള്ളവരെ, ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തെ ആരാധിച്ചവർ, ദൈവത്തെ മനസ്സിലാക്കിയവർ, ദൈവത്തെ പിൻപറ്റിയവർ, ദൈവത്തെ സ്നേഹിച്ചവർ, ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചവർ, ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ, അവരായിരുന്നു ഈ പൂർവ്വപിതാക്കന്മാർ. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും, നമുക്കറിയാം, മേഘം ദൈവ സാന്നിധ്യമാണ്. ഇസ്രായേൽ ജനത്തിന്റെ പ്രയാണത്തിൽ അവരെ നയിച്ചത് മേഘമാണ്. മേഘം നിൽക്കുന്നിടത്ത് അവർ കൂടാരം അടിച്ചു. മേഘം പുറപ്പെടുമ്പോൾ അവർ യാത്ര തുടർന്നു. മേഘത്തിന്റെ കീഴിൽ ദൈവം അവരെ നടത്തി. മേഘം സമം ദൈവമെന്നാണ്. അർത്ഥാൽ മേഘത്തിന്റെ അർത്ഥം ദൈവമെന്ന് തന്നെയാണ്. മേഘത്തിൻ കീഴിലായിരുന്നു, അഥവാ അവർ ദൈവത്തെ അറിഞ്ഞവരും, ദൈവത്തെ ആരാധിച്ചവരും, ദൈവത്തിന്റെ ശബ്ദം കേട്ടവരും, ദൈവത്തെ പിൻപറ്റിയവരും, ദൈവത്തോട് ചേർന്ന് നടന്നവരും ആയിരുന്നു. പക്ഷേ അവർ വീണുപോയി. ഇന്ന് രാത്രി ചോദിക്കട്ടെ, ദൈവത്തെ അറിയുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ പിൻപറ്റുന്നവർ, പള്ളിയിൽ പോകുന്നവർ, ആരാധന സംബന്ധിക്കുന്നവർ, നേതൃത്വം കൊടുക്കുന്നവർ, പ്രിയമുള്ളവരെ, എപ്രകാരമാണ് അവർ ജീവിതം എങ്ങനെയുള്ളതാണ് ശതമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വേദനയോടെ പറയട്ടെ, മേഘത്തിൻ കീഴിൽ എന്ന് പറയുന്ന പലരും, പ്രിയമുള്ളവരെ, ദൈവത്തെ അറിഞ്ഞല്ല ജീവിക്കുന്നത്, ദൈവത്തെ ആരാധിച്ചല്ല ജീവിക്കുന്നത്, ദൈവത്തെ മനസ്സിലാക്കിയല്ല ജീവിക്കുന്നത്. ഇത് കൊരിന്ത്യ സഭയിലും സംഭവിക്കുകയാണ്. അവിടുത്തെ ജനത്തിന്റെ മൂല്യച്യുതി, അവർ ജനത്തിന്റെ ആത്മീകമായിരിക്കുന്ന അധപ്പതനം, അവിടുത്തെ ജനത്തിന്റെ ആത്മീക തകർച്ച അപ്പോസ്തലനെ വേദനിപ്പിച്ചിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, വിശ്വാസി എന്ന് വിചാരിക്കുന്നവൻ, സ്വർഗത്തിൽ പോകുമെന്ന് ധരിക്കുന്നവൻ, അതെ ഞാനൊരു ദൈവവേദിയിലാണെന്ന് വിശ്വസിച്ചിരിക്കുന്നവൻ വീഴാതിരിപ്പാൻ. അതിനാണ് ഈ ശുശ്രൂഷ. കഴിഞ്ഞ അനേക വർഷങ്ങളിൽ ഒത്തിരി സന്തോഷമുണ്ട് ഓവല്ലൂർക്ക് പോരുമ്പോൾ. അത് മറ്റൊന്നുമല്ല, പ്രസംഗിക്കാനുള്ള കൊതികൊണ്ടല്ല, അതിനവസരങ്ങൾ ഒരുപാടുണ്ടല്ലോ. എന്നാൽ ദൈവത്തെ അറിയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തിന് വില കൊടുക്കുന്ന, ദൈവവചനത്തിന് കീഴിലിരിക്കുന്ന, ദൈവവചനത്തെ മാനിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഈ അത്യുഗത്തുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കേണ്ടതായിട്ടില്ല. വിനയത്തോട് ദൈവത്തെ സ്തുതിച്ച്, കർത്താവേ, അവർ മേഘത്തിന് കീഴിലായിരുന്നിട്ട്, അവർ നിന്നെ അറിഞ്ഞിട്ട്, അവർ നിന്നെ ആരാധിച്ചിട്ട് അവർ വീണുപോയി എങ്കിൽ 2016 ജീവിക്കുന്ന വിശ്വാസ സമൂഹമേ, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾ വഴുവഴുപ്പിന്റേതാണ്. നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾ പ്രതിസന്ധിയുടേതാണ്. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ താല്പര്യങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് കെട്ടുപോകാം. 10ാം ക്ലാസ് വരെ സൺഡേ സ്കൂളിൽ പഠിച്ചവർ, +1 +2 പഠിച്ചവർ, പള്ളിയിൽ വന്നുകൊണ്ടിരുന്നവർ, കുർബാനയെ സംബന്ധിച്ചവർ, ആരാധനയ്ക്ക് കൂടിയവർ, ഖയറിൽ നിന്നവർ, പാട്ടുപാടിയവർ, ശുശ്രൂഷയ്ക്ക് കൂടിയവർ, ധൂപക്കുറ്റി വീശിയവർ, ഇന്ന് ദൈവമില്ലാത്ത അനുഭവത്തിലേക്ക് വീണുപോയെങ്കിൽ
സാധാന്യ ആരാധനയിലേക്ക് വീണുപോയെങ്കിൽ, അന്യമതസ്ഥരോട് ജീവിതം തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എവിടെയാണ് അവർ ദൈവം? അവർ പള്ളിയിൽ പോയവരാണ്, അവർ പ്രാർത്ഥിച്ചവരാണ്, അവർ നോമ്പെടുത്തവരാണ്, അവര് സ്നാനമേറ്റവരാണ്. പക്ഷേ പ്രിയമുള്ളവരെ, വീണുപോകുന്നു. അനവധിയായ സംഭവങ്ങൾ ഹൃദയത്തിലുണ്ടെങ്കിലും വിസ്താരമായി അതിലേക്ക് കടന്നു പോകുന്നില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും ദൈവമക്കളെ ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാവരും ഒന്ന് തന്നെയാണ്. ഏത് മതത്തിലായാലും ഏത് വിഭാഗത്തിലായാലും എന്താണെന്ന് വെച്ചാൽ, പ്രിയമുള്ളവരെ പറയട്ടെ, നമ്മുടെ ഒരു പൈതൃകം പാരമ്പര്യമൊക്കെ നാം മറക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ പഠിക്കണം, മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിക്കേണ്ടി ഇരിക്കുന്നു. ദൈവത്തിന് മഹത്വം. എന്നാൽ പലപ്പോഴും ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവം, അതിന്റെ വളർച്ച, ഉയർച്ച, അതിന്റെ പിൻബലം പലരെയും ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്, പ്രാർത്ഥന അകറ്റുകയാണ്, വിശുദ്ധ ജീവിതത്തെ അകറ്റുകയാണ്. സത്യ ദൈവത്തെ വിട്ട് അന്യദൈവത്തെ ആരാധിപ്പാൻ, എന്തിനേറെ പിശാചിനെ ആരാധിക്കുന്ന ഒരുപാട് മാമോദീസ ഏറ്റവർ, പിശാചിനെ ആരാധിക്കുന്ന ഒരുപാട് ക്രിസ്തീയ കുഞ്ഞുങ്ങൾ പ്രിയമുള്ളവരെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. BSc നേഴ്സിംഗ് പഠിച്ച കുഞ്ഞിന്റെ തിരോധാനം അന്വേഷിച്ചപ്പോൾ അത് ചെന്നെത്തുന്നത് സാത്താന്യ ആരാധനയിലേക്കാണ്, സാത്താൻ ആരാധകരായ ആളുകളുടെ അടുക്കലേക്കാണ്. ദൈവമക്കളെ, എന്താണ് ഇതിന്റെ കാരണം? അവർ മേഘത്തിന് കീഴിലായിരുന്നു, പക്ഷെ മേഘത്തെ അവർ അറിഞ്ഞില്ല, ദൈവത്തെ അവർ മനസ്സിലാക്കിയില്ല, ദൈവത്തെ അവർ സ്വീകരിച്ചില്ല, ദൈവത്തോട് ചേർന്നില്ല. ദൈവമക്കളെ, ഇതാ പഴയ നിയമസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, അവരെല്ലാവരും യഹോവയെ വിളിച്ചവരായിരുന്നു, അവരെല്ലാവരും അയ്യം വിളിച്ച് കരഞ്ഞവരായിരുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഞങ്ങളെ വീണ്ടെടുക്കണമേ, ഫലവോന്റെ അടിമനുഭവത്തിന്റെ കീഴിൽ ഞങ്ങൾ അകപ്പെട്ടു പോയല്ലോ, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് തരണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ചവരെങ്കിലും അത് ആഴത്തിൽ നിന്നായിരുന്നില്ല, അത് ആത്മാവിൽ നിന്നായിരുന്നില്ല, അത് ഹൃദയവിശുദ്ധി നിന്നായിരുന്നില്ല, അത് ദൈവമക്കളെ യഥാർത്ഥമായിരുന്നില്ല എന്ന് പിന്നീടുള്ള ചരിത്രം നാം പഠിക്കുകയാണ്. ഒന്ന്, അവർ മേഘത്തിന് കീഴിലായിരുന്നു, എന്നിട്ടും അവർ വീണുപോയി. ഇന്ന് രാത്രി ചിന്തിക്കണമേ. രണ്ടാമതായി 10-ാം അധ്യായത്തിന്റെ തുടർന്ന് വായിക്കുമ്പോൾ കാണാം, അവരെല്ലാവരും എന്ത് ചെയ്തു? ഒന്ന്, അവർ മേഘത്തിന് കീഴിൽ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം വായിക്കാം, 10-ാം അധ്യായത്തിൽ തുടർന്നുള്ള വാക്യം, ഒന്നാം വാക്യം കഴിഞ്ഞ് ബാക്കി വായിക്കാം. അവർ എല്ലാവരും സമുദ്രത്തിനു കൂടെ കടന്നു, അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. രണ്ട്, അവരെല്ലാവരും ദൈവമക്കളെ അവർ സ്നാനമേറ്റവരാണ്. അത് പഴയ നിയമ സ്നാനം എന്ന് പറയുന്നത് ചെങ്കടലിലൂടെ അവർ കടന്നു പോകുമ്പോൾ പുതിയ നിയമ സ്നാനത്തിന്റെ ഒരു മുൻകുറിയായിരുന്നു. അവരെല്ലാവരും മോശയോട് ചേർന്ന് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റവരാണ്. എന്നിട്ടും അവരിൽ മിക്കവരും വീണുപോയി. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, 2016 കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, മേഘത്തിന് കീഴിൽ എന്ന് തോന്നുന്നവൻ, സ്നാനമേറ്റവൻ, മാമോദീസേറ്റവൻ, നാം എല്ലാവരും അത് ദൈവമക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിന് സ്നാനമേറ്റവരാണ്. ഇന്നലെ ഒരു സ്നാന ശുശ്രൂഷയിൽ അഥവാ ഒരു മാമോദീസയിൽ പങ്കെടുക്കാനായിട്ടിടയായി. ദൈവമക്കളെ, ഒരു പെൺകുഞ്ഞായതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ പെരുന്നാൾ കഴിഞ്ഞ് ആദ്യം ആൺകുട്ടിയെ മാമോദീസത്തിൽ മുക്കണമെന്നുള്ള ഒരു പാരമ്പര്യം നമുക്കുള്ളത് കൊണ്ട് ബേസിൽ പ്രത്യേകമായി ആ കുട്ടിയെ മാമോദീസ മുക്കുവാനായിട്ട് ഇടയായി. ഞാൻ ഓർത്തുപോയി, എന്തു നല്ല പാരമ്പര്യമാണ്, എന്ത് നല്ല പൈതൃകമാണ്, എന്തു നല്ല പഠിപ്പിക്കലാണ്. മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നു. സുനോദോസിന്റെ തീരുമാനം അനുസരിച്ച് ഇനി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മാമോദീസ കല്ലിൽ തന്നെ മുക്കാമെന്നുള്ള ഒരു ചിന്ത, ഒരു തീരുമാനം വരുന്നുവെന്ന് എന്തുമാകട്ടെ, അല്ലെങ്കിൽ കടന്നു പോകുന്നില്ല. ഏതായിരുന്നാലും ആ മാമോദീസ ശുശ്രൂഷ എത്രയോ ശ്രദ്ധമാണ്, എത്രയോ ആത്മീകമായ അർത്ഥങ്ങൾ അതിലുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ മാമോദീസ ഏറ്റ് സഭയോട് ചേർന്ന് ദൈവത്തിന്റെ ഭവനത്തിൽ അംഗമായി തീർന്നതായ ഞാനും നിങ്ങളും ഈ രാത്രിയിൽ പരിശോധിച്ച ദൈവമക്കളെ, വീണുപോയോ? അവരെല്ലാവരും സ്നാനമേറ്റിട്ട്
അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റിട്ട് അവർ വീണുപോയി എന്ന് വേദപുസ്തകം സാക്ഷിക്കുകയാണ്. അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ അതിന് പഴയ നിയമത്തെ ദൃഷ്ടാന്തീകരിക്കുകയാണ്. പഴയ നിയമസഭ മേഘത്തിന് കീഴിലായിരുന്നു, അവർ വീണുപോയി. പഴയ നിയമസഭ സ്നാനമേറ്റവരായിരുന്നു, അവർ വീണുപോയി. ദൈവമക്കളെ, സ്നാനമേറ്റ് സഭയോട് ചേർന്ന് ദൈവസഭയിൽ അംഗമായിരിക്കുന്ന ഞാൻ നിങ്ങൾ പരിശോധിച്ചാട്ടെ, അതിനനുസരിച്ചാണോ ആ സ്ഥാനമേറ്റ ആ ദൈവത്തിന്റെ കൃപയ്ക്ക് അനുസരിച്ചാണോ ആ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയാണോ ജീവിക്കുന്നത്? ദൈവമക്കളെ, ഒരു അഡ്രസ്സുമില്ലാതെ ഈ ലോകത്തിന് അനുരൂപരായി ക്രൈസ്തവ ആ പ്രത്യാശയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതായ ആളുകൾ, ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന ആളുകൾ, പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ആളുകൾ, അവർ ഫലഭോന്റെ അടിമനുഖത്തിന്റെ കീഴിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി അവരെ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ കേവലം 11 ദിവസം കൊണ്ട് ചെല്ലേണ്ട ദൂരം 40 ആണ്ട് ആ ജനത്തോട് ദൈവത്തിന് നീരസം തോന്നാൻ കാരണം ദൈവമക്കളെ, അവർ ദൈവത്തിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് ദൈവികമായ പരിലാളനത്തിൽ മാറിപ്പോയി എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് രാത്രിയിലും എത്രയോ നമ്മുടെ കുഞ്ഞുങ്ങൾ, എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചെളി കണ്ടാൽ ചവിട്ടിയും വെള്ളം കണ്ടാൽ കഴിയും കൊണ്ട് ഒരു പത്തുരുത്താ ജീവിതം നയിക്കുന്നു. ഓർസിൽ കിട്ടിയാൽ ആശുദ്ധം കുടിക്കുന്നവർ ഓമല്ലൂർ ഇല്ലാത്തതിനായി സ്തോത്രം. ഞാൻ ഈ അടുത്ത ദിവസം ഒരു കൺവെൻഷൻ പ്രസംഗിക്കാനായി ചെന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായിരിക്കുന്ന ഒരു ചിത്രം എന്നെ കാണിച്ചു. പരിശുദ്ധ ബാവ, സെന്റ് കാത്തോലിക്ക ബാവ, അഭിവന്ദ്യ തിരുമേനിമാർ, അവന് കൂടെ നിൽക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ മനോഹരമായിരിക്കുന്ന ചിത്രം ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ നല്ല ഒരു ചിത്രമാണ്. എനിക്ക് വലിയ ഇമ്പം തോന്നി. ഞാൻ ആവർത്തിച്ചതിലേക്ക് നോക്കി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇത് 6 മാസം 7 മാസം മുമ്പ് അല്ലെങ്കിൽ കുറെ നാൾ മുമ്പ് വരെയുള്ള എന്റെ അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ആ പൊന്നച്ചനല്ല. എന്നോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആ പൊന്നച്ചനല്ല ഇപ്പോൾ ഞാൻ അന്ന് കമ്മിറ്റി അംഗമായിരുന്നു, ഞാൻ അന്ന് കുറെ നല്ലയാളായിരുന്നു. ഇന്ന് ഞാൻ വീണുപോയി അച്ഛ, ഞാൻ തളർന്നുപോയി അച്ഛ. ഞാൻ ആ പള്ളിയുടെ ശുശ്രൂഷകനും കമ്മിറ്റിക്കാരനുമായിരുന്ന അവസ്ഥയല്ല. ഒരുപാട് പരാജയം. എന്റെ പ്രസംഗം മുഴുവൻ സമയം കേട്ടു ദൈവമക്കളെ. ഈ 2016 ജനുവരി മാസത്തിന്റെ 29-ാം തീയതി വെള്ളിയാഴ്ചത്തെ സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രിയപ്പെട്ടവർ നിങ്ങൾ പറഞ്ഞു, അച്ഛാ, ഈ കഴിഞ്ഞ 6 മാസത്തെ പൊന്നച്ചൻ ഇന്ന് മരിച്ചു, അടക്കപ്പെട്ടു. ഞാനൊരു പുതിയ പൊന്നച്ചനാണ്, ഞാനൊരു പുതിയ മനുഷ്യനാണ്. എന്റെ വീട്ടിൽ അച്ഛൻ വരണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ഞാനിനി മദ്യപിക്കില്ല അച്ഛാ. ഞാൻ പോരുന്ന വഴിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇവിടെ നിന്ന് അല്പം കൂടെ പോയാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച കൺവെൻഷൻ സ്റ്റേജും ആ ഭവനമെല്ലാം അവിടെയാണ്. വേണമെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. പക്ഷേ അവസരം കിട്ടിയില്ല. അത് കഴിഞ്ഞ് അല്പം പോന്നപ്പോഴാണ് ദൈവമക്കളെ വണ്ടി ഒരു 4:30 ഞങ്ങളുടെ യാത്രയില് ഒരു ചെറിയ കാപ്പി കുടിക്കുക എന്നൊരു പതിവുണ്ട്. അത് വടക്കോട്ട് പോയാൽ, തൃശ്ശൂർ ഭാഗത്തേക്ക് പോയാൽ ചാലക്കുടി എത്തുമ്പോൾ തെക്കോട്ട് പോരുകയാണെങ്കിൽ ആ ബേസ്റ്റ് ബേക്കറി ഉണ്ട് മണ്ണുകാട്, അവിടെ നിർത്തുക. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്റെ മകളാണല്ലോ അവിടുത്തെ റിസപ്ഷനിസ്റ്റ്, അവിടുത്തെ ചുമതല വഹിക്കുന്നത്. അച്ഛൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, യാക്കോബ്യൻ എന്ന മാസിക നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ സക്കറിയ അച്ഛൻ എന്റെ വലിയ കുണ്ടറയിൽ അദ്ദേഹമായിരുന്നപ്പോൾ എന്നെ കൊച്ചുമകനെ പോലെ സ്നേഹിച്ച പിതാവാണ് അദ്ദേഹം. ദിവംഗതനായി. അച്ഛന്റെ മകള് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് അവിടെ കയറുക. അവിടെ വെച്ചാണ് വണ്ടി പയ്യമ്മ തിരിച്ചപ്പോഴേക്കും പെട്ടെന്ന് നിന്നു. പിന്നീട് സ്റ്റാർട്ട് ആവാതെ വന്നു. ബാറ്ററിയുടെ കുറവായി കണ്ടു. പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിച്ചു. എല്ലാം നന്മയ്ക്കായിരുന്നു, ഇതിലൊന്നും ഭാരമൊന്നുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന സകലവും നന്മയ്ക്കാണ്. ആ ബാറ്ററി ഡിസ്മാൻഡ് ചെയ്ത് പുതിയത് വെച്ചു. സന്തോഷത്തോടെ സമയത്ത് മുമ്പേ എന്നോട് എത്തിച്ച ദൈവത്തിനായി സ്തുതിക്കുക. ദൈവമക്കളെ, അതിനടുത്താണ് ഈ പറഞ്ഞ സ്ഥലം. ഞാൻ പേരൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ളവർ പറഞ്ഞു, അച്ഛാ, ഞാൻ പഴയ പൊന്നച്ചനല്ല, ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇത് 74ാമത് കൺവെൻഷനാണ്. 75ാമത് കൺവെൻഷൻ പ്ലാറ്റിനം ജൂബിലിയാണ്. അത് ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ കുറെ കൂടെ ചെയ്ത്. അവർ പറഞ്ഞു, വരുന്ന വർഷം 2 ദിവസം പോരാ, നമ്മുടെ കൺവെൻഷൻ 5 ദിവസം വെക്കണം, അത് 1 ദിവസം മാറാടി അച്ഛനാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു,
അടുത്ത വർഷം ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഒരു നല്ല പൊന്നച്ഛന് പേരുപോലെ പൊന്നച്ഛനായിരിക്കണം. മാമോദീസ ഏറ്റവനാണ്, പള്ളിയിൽ അംഗമാണ്. പക്ഷേ പാപത്തിന് അടിമപ്പെട്ടു പോയിട്ട് ജീവിതം നശിച്ചുവെന്ന് സ്വയം ബോധ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വം കാണുമ്പോൾ ദൈവമക്കളെ സ്നാനമേറ്റ പലരും, അതാണ് അവിടെ പറഞ്ഞത്, അവർ മിക്കവരും അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റിട്ടും അവർ മിക്കവരും വീണുപോയി. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ 2016 വീഴരുത് മക്കളെ, പതറരുത്, തളരരുത്. അതിനെ ഞായറാഴ്ചയുടെ ഏവെങ്കിലും വായിച്ചല്ലോ. ഒരുങ്ങി നിൽക്കണം ദൈവമക്കളെ. യജമാനൻ ഏതു സമയത്ത് വന്നാലും നിന്നെ ഉത്തരവാദിത്വമുള്ളവനായി, ചുമതല നിറവേറ്റുന്നവനായി, നിശുദ്ധനായി, ദൈവ പൈതലായി, നല്ല കാര്യസ്ഥനായി, നല്ല ശുശ്രൂഷകനായി, ചുമതല നിറവേറ്റിയവനായി, താലന്ത് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കിയവനായി കാണണം. നിന്നെ കുടിയന്മാരോടുകൂടെ കുടിക്കാനും ദാസന്മാരെയും ദാസികളെയും അടിക്കുവാനും മതോന്മത്തനായി ജീവിക്കുകയും ചെയ്യാൻ അല്ല ദൈവം നിന്നെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് ഈ രാത്രിയിൽ തിരിച്ചറിയണം ദൈവമക്കളെ. ഒന്ന്, അവരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, പക്ഷെ അവർ വീണുപോയി. രണ്ട്, അവരെല്ലാവരും ദൈവമക്കളെ അവര് സ്നാനമേറ്റവരായിരുന്നു, പക്ഷെ അവർ വീണുപോയി. മൂന്ന്, അടുത്ത വാക്യത്തിലുണ്ട്, അവരെല്ലാവരും ഒരു ആത്മീയ ആഹാരം തിന്നു. ദൈവമക്കളെ സ്ഥാനഭരിത്താൽ ഞാനിങ്ങനെ പറഞ്ഞു പോകട്ടെ, അവരെല്ലാവരും സ്വർഗീയമായ ആഹാരം അഥവാ വിശുദ്ധ കുർബാനയുടെ ഒരു നിഴലായിരുന്നു ആ സ്വർഗീയ ഭോജനം. വിശുദ്ധ കുർബാനയുടെ നിഴലായിരിക്കുന്ന ആ സ്വർഗീയ ഭോജനം അനുഭവിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, മന്നയും കാടപ്പക്ഷിയിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സ്വർഗീയാഹാരം കഴിച്ച അവർ മിക്കവരും, എത്ര പേര് പുറപ്പെട്ടു? എത്ര പേരെ പുറപ്പെട്ടത് പറയാമോ? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട എത്ര പേരാ? 6 ലക്ഷം. എങ്ങനെയുള്ള ഒരു 6 ലക്ഷം? ആകെ 6 ലക്ഷമാണോ? 20 വയസ്സിൽ മുകളിൽ ഉള്ള പുരുഷന്മാർ 6 ലക്ഷം. 20 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ എങ്കിൽ 20 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുണ്ട്, 20 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ 6 ലക്ഷം പേർ 20 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ. അവരിൽ 2 പേരെ കനാനിൽ ചെന്നുള്ളൂ. ആരൊക്കെയാ? യോശുവയും കാലേബും. 5,99,998 20 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ പുറപ്പെട്ടവരിൽ മോശ ഉൾപ്പെടെ കനാനിൽ കാലുകുത്താതെ ഇക്കരെ വെച്ച് മരണം കണ്ടു, മാറ്റപ്പെട്ടു. അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ദൈവമക്കളെ. അവരെല്ലാവരും വിശുദ്ധ കുർബാനയാകുന്ന അതിന്റെ നിഴലാകുന്ന സ്വർഗീയ ഭോജനം കഴിച്ചിട്ട്, അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ആകയാൽ ഈ പഴയ നിയമത്തെ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ട്, ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട്, ഈ സംഭവത്തെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, പ്രിയമുള്ളവരെ, അനേകർ വീണുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ ഇന്ന് ദൈവത്തിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ ദൈവം? ഏത് ദൈവം? എന്ത് വ്യത്യാസ? എന്ത് സ്വർഗം? എവിടെയാ ദൈവമക്കളെ? ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അതിശീഘ്രം ഓടുന്നുവെന്ന് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ സംഭവങ്ങളിൽ ലോകത്തിന്റെ ഗതിവിഗതികൾ തിരിച്ചറിയണമേ. നാം തിരിച്ചറിയണമേ. ശ്രീയിൽ നടക്കുന്നതായ യുദ്ധങ്ങൾ, അവിടുത്തെ ജനനുഭവിക്കുന്ന പീഡകൾ, ഇത് കണ്ട് ദൈവം അടങ്ങിയിരിക്കുകയില്ല ദൈവമക്കളെ. ദൈവം തന്നെ ന്യായവിധി നടത്തും. മനുഷ്യനെ ദൈവം അത് ന്യായം വിധിക്കുന്ന നാൾ വിദൂരമല്ലെന്ന് തിരിച്ചറിയണമേ. അതിന്റെ അർത്ഥം ലോകം നാളെ അവസാനിക്കുമെന്നല്ല, യേശു നാളെ വരുമെന്നല്ല. പക്ഷെ ഒരു കാര്യം നിശ്ചയമാണ്, അവൻ തന്റെ സഭയെ ചേർക്കുവാൻ വരുന്ന നാൾ ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ പുല്ല് തിന്നുന്നു, മനുഷ്യൻ പുല്ലിന്റെ നീര് കുടിക്കുന്നു, മനുഷ്യൻ വളർത്തുമൃഗത്തെ കൊന്നു തിന്നുന്നു, മനുഷ്യൻ പട്ടിണി മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം വരാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ നിഴലുകളാണ്. ഇത് തിരിച്ചറിയാതെ റബ്ബറിന്റെ വില 80 നമുക്കൊരു മാനസാന്തരവും ഇല്ല. 240 ആയപ്പോ ആഗ്രഹിച്ചു 300 ആകണമെന്ന്.
300 ആഗ്രഹിച്ച് അത് താഴേട്ട് വന്ന് 80 90 ആയിട്ടും എന്റെ ദൈവമേ എന്ന് വിളിക്കാം. പണ്ടും വിളിച്ചില്ല, ഇപ്പോഴും വിളിക്കുന്നുണ്ടോ അറിഞ്ഞുകൂടാ. ദൈവമക്കളെ, ഇതൊക്കെ തിരിച്ചറിയണമേ. എന്ത് അഹങ്കാരമായിരുന്നു. ഞങ്ങളുടെ മൂവാറ്റിലും മാറാടിയിലൊക്കെ ഒട്ടുപാലം പിടിച്ചുകൊണ്ട് പോയ 4 കാലയില വന്നെ. അങ്ങോട്ട് പോണ കാലയിലല്ല ഇങ്ങോട്ട് വന്നെ. ഇപ്പൊ അതൊക്കെ പോയി. ദൈവമക്കളെ, തിരിച്ചറിയണമേ, തിരിച്ചറിയണമേ. ഈ പ്രതികൂലങ്ങളെല്ലാം നിന്നെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാനാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ നീ ഓർത്തുകൊള്ളണം, നിന്നെ തകർത്തു കളയുവാനല്ല, നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്നെ നല്ലവനാക്കുവാൻ, നിന്നെ ശ്രദ്ധനാക്കുവാൻ, നിന്നെ പൊന്നാക്കുവാനാണ് ഈ ശോധന എന്ന് നീ തിരിച്ചറിയണമേ. പ്രിയമുള്ളവരെ, അവരെല്ലാവരും അതേ മേഘത്തിന് കീഴിലായിരുന്നു. അവരെല്ലാവരും അതേ സ്നാനമേറ്റവരായിരുന്നു. അവരെല്ലാവരും സ്വർഗീയ ഭോജനമാകുന്ന വിശുദ്ധ കുർബാന അനുഭവിച്ചവരായിരുന്നു. എന്നിട്ടും അവരിൽ മിക്കവരും വാഗ്ദത്ത ദേശത്തിൽ എത്തിയില്ല. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം എന്താ ദൈവമക്കളെ? ഇവിടെ വലിയ വീടോ, ഇവിടെ സൗകര്യങ്ങളോ, ഇതൊക്കെ ദൈവം തരും. ഇത് വീട്, ഇതിന്റെ എല്ലാം അതെ ഇല്ല, അതിന്റെ എല്ലാം ദൈവമക്കളെ നിസ്സാരത ഈ നാടുകളിൽ നാം തിരിച്ചറിയുകയാണ്. മനുഷ്യർ ഒരു ചവിട്ടടി സ്ഥലത്തിനു വേണ്ടി, 1 സെന്റ് ഭൂമിക്ക് വേണ്ടിയൊക്കെ ഇന്ന് വഴക്കടിക്കുന്ന കാലമാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ മിണ്ടിയിട്ട് വർഷങ്ങളായി. അവർ സംസാരിക്കാറില്ല. എന്നാൽ വസ്തു വീതം ചെയ്യുന്ന സമയമായി. അങ്ങനെ അളവുകാലം വന്നു. ചങ്ങലയും അളവ് നൂലൊക്കെ ആയിട്ട് വന്ന് അളന്നു തിട്ടപ്പെടുത്തിയപ്പോൾ 40 ഇഞ്ച് വണ്ണമുള്ള ഒരു റബ്ബറിന്റെ നടുക്കോടെയാണ് ചങ്ങല പോകുന്നത്. അതോടുകൂടെ പരസ്പരം മിണ്ടാതിരുന്ന ജ്യേഷ്ഠനും അനിയനും മുഖാമുഖം നോക്കി, ഇവിടെ എന്താണ് പരിഹാര മാർഗം? ജ്യേഷ്ഠൻ പറഞ്ഞു അനിയനോട്, നീ അപ്പുറേന്നും വെട്ടിക്കോ, ഞാൻ ഇപ്പുറേന്നും വെട്ടിക്കോ. എന്തൊരു പരിഹാരമാണ്! എന്നാ നീ എടുത്തോടാ ഒരു മരം, അനിയനോട് പറഞ്ഞില്ല. എന്നാ ചേട്ടനെടുത്തോ ആ മരം, അനിയൻ പറഞ്ഞില്ല. നോക്കുക ദൈവമക്കൾ, എന്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. ഒരു ചവിട്ടടി സ്ഥലം. നാം ഒക്കെ സ്വർഗീയ പൗരന്മാർ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത്, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഇന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ ബോധവും വിചാരവും ഹൃദയവും ഒക്കെ മേരി പിതാവാൻ ദൈവത്തിന് വലത്തുഭാഗത്തായിരുന്നു. അത് 6 തലവണ ഇരിക്കുന്ന അലമാരിയിലായിരുന്നു. എവിടെയായിരുന്നു? എന്റെ ദൈവമേ, എന്റെ നെക്ലേസ്, എന്റെ തലവള, എന്റെ മോതിരങ്ങള്, എന്റെ ഇവിടെയൊക്കെയാണ് നിക്ഷേപം. ദൈവമക്കളെ, തിരിച്ചറിയണമേ. നമ്മുടെ പലപ്പോഴും ഇന്നും ഈ ദൃശ്യകാര്യങ്ങളെ ഉടക്കി നിൽക്കുമ്പോൾ നാം സ്വർഗീയ പൗരന്മാരാണ്. നാം സ്വർഗീയ നിക്ഷേപത്തിന്റെ ഉടമകളായിരിക്കേണ്ടവരാണ്. ഈ പുഴുവെടുക്കുന്ന തുരുമ്പ് എടുക്കുന്നതുമായി ലോകത്തല്ല നിക്ഷേപങ്ങൾ സ്വരൂപിക്കേണ്ടതെന്ന് തിരിച്ചറിയുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ യാത്ര വീഴാതിരുപ്പാൻ. പല നിയമസഭയെ ഓർമ്മിപ്പിക്കുകയാണ്. അവരിൽ പലരും വീണുപോയി ദൈവമക്കളെ. 1 മേഘത്തിന് കീഴിലായിരുന്നു, വീണുപോയി. 2 സ്നാനമേറ്റിട്ട് വീണുപോയി. 3 സ്വർഗീയ ഭോജനം കഴിച്ചിട്ട് വീണുപോയി. 4 അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, അവരെല്ലാവരും ആത്മീയ പാറയിൽ നിന്നല്ലോ കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നോക്കുക, ആ പഴയ നിയമസഭയിലെ വിശ്വാസികൾ യേശുവിനെ അഥവാ ദൈവത്തെ ആഴമായി, പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തെ, യഹോവയാം ദൈവത്തെ, രക്ഷകനായ ദൈവത്തെ, വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ, വിമോചകനായ ദൈവത്തെ, എന്റെ ദൈവത്തിന് സ്തോത്രം. ഫലവോന്റെ അരിമനുഖത്തിന്റെ കീഴിൽ 430 സംവത്സരങ്ങൾ അയ്യം വിളിച്ചിരുന്ന ജനത്തെ വിമോചിപ്പിച്ച, അയ്യം വിളിച്ച ജനത്തെ വിടുവിച്ച, അയ്യം വിളിച്ച ജനത്തെ അതേ രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവത്തെ അറിഞ്ഞവരാണ്, രക്ഷകനെ അറിഞ്ഞവരാണ്. ചോദിക്കട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി എന്ന കൊലക്കളത്തിൽ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പിനായി മനുഷ്യാവതാരം ചെയ്ത് ദൈവമക്കളെ മുഴുവൻ രക്തം ഊറ്റിത്തന്ന മശിഹായെ അറിയാത്ത ആരെങ്കിലും, യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? യേശുവിനെ മനസ്സിലാക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അവന്റെ ജനനം ആഘോഷിക്കുമ്പോൾ, അവന്റെ മാമോദീസ ആഘോഷിക്കുമ്പോൾ, അവന്റെ ദേവാലയ പ്രവേശനത്തിനായി നാളെ കഴിഞ്ഞൊരുങ്ങുമ്പോൾ ദൈവമക്കളെ അവന്റെ രക്ഷാനുഭവത്തിനും കുരിശു
കുരിശുമരണത്തിനുമായി 50 നോമ്പെന്ന വിലയേറിയ ശുശ്രൂഷയിലേക്ക്, വിലയേറിയ ആ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ രക്ഷകനെ അറിയാത്ത ആരാ ഉള്ളത്? പ്രിയമുള്ളവരെ, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നാം എല്ലാവരും സ്നാനമേറ്റവരാണ്. നാം എല്ലാവരും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ്. നാം എല്ലാവരും ഈ രക്ഷകനെ അറിഞ്ഞവരാണ്. പക്ഷേ താഴേട്ട് വായിക്കുമ്പോൾ കാണാം, ഇപ്രകാരമുള്ള ജനതയ്ക്ക് എന്തു സംഭവിച്ചു ദൈവമക്കളെ? എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. എന്റെ ദൈവത്തിന് നന്ദിയോ സ്തോത്രം. അവർ ചെങ്കടൽ കടന്നിട്ട് മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ട് പലപോലും ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് അന്യനല്ല എന്ന് പാടിയിട്ട്, അവർ സ്നാനമേറ്റിട്ട്, അവർ കുർബാന അനുഭവിച്ചിട്ട്, അവർ രക്ഷകനെ അറിഞ്ഞിട്ട് അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലൻ പറയുകയാണ്, അവർ പ്രസാദിച്ചില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ ആ വേദഭാഗം. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. അവരിൽ മിക്കവരെയും മരുഭൂമിയിൽ യാത്രാമധ്യേ ലക്ഷ്യസ്ഥാനത്തെത്താതെ, ലക്ഷ്യത്തിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ അവരിൽ മിക്കവരെയും മരുഭൂമിയിൽ തള്ളിയിട്ടു. നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആറ്റരിക കൺവെൻഷന്റെ അനുഗ്രഹീതമായ കരുസ്യോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ദൈവം നീതിമാനാണ്, ദൈവം നീതിയോടെ വിധിക്കുന്നവനാണ്. അവൻ നമ്മെ ശുദ്ധിക്കുന്നവനാണ്, അവൻ നമ്മെ പരിശോധിക്കുന്നവനാണ്. അവന്റെ മുമ്പില് ദൈവത്തിന്റെ ആളുകളെന്നോ, സ്നാനമേറ്റുവെന്നോ, വിശുദ്ധ കുർബാന അനുഭവിച്ചുവെന്നോ, രക്ഷകനെ അറിഞ്ഞുവെന്നോ ഉള്ളതൊന്നുമല്ല കാര്യമായത്. അതെല്ലാം നോക്കിയിട്ട് അതെല്ലാം ചെയ്തവരായ ജനത്തെ കുറിച്ച് അപ്പോസ്തലൻ പറയുകയാണ്, അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. അവരെല്ലാവരും മരുഭൂമിയിൽ പെട്ടുപോയി എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന്, നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുമ്പോൾ, ദൈവമക്കളെ രാത്രി തിരിച്ചറിയണമേ. ക്രിസ്തീയ ജീവിതം നിസ്സാരമായി കാണരുത്. ഒരു പത്തുരുത്ത ജീവിതമല്ല. ഞായറാഴ്ച പള്ളിയിൽ പോയി ഒരു തുക വഴിപാടിട്ട് മടങ്ങി വന്ന് എങ്ങനെ ജീവിക്കാം എന്ന് ധരിക്കരുത്. വെള്ളത്തിൽ പൂട്ടും കൂട്ടത്തിൽ പാട്ടുമല്ല ക്രിസ്തീയ ജീവിതം എന്ന് ഓർത്തുകൊള്ളണം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് അനുരൂപരായി പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് ജീവിച്ചാൽ നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് നിത്യ നരകമെന്ന് തിരിച്ചറിയണമേ. നാം സ്വർഗീയ പൗരന്മാരാണ്. നാം സ്വർഗീയ പൗരന്മാരാണെങ്കിൽ നമുക്ക് ചില ക്വാളിറ്റീസ്, നമുക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അവരിൽ പ്രസാദിക്കാത്തത്? ദൈവം അവരിൽ ഇടപെടാത്തത്? അവർ വീണുപോയത്, അവർ പെട്ടുപോയത്? അതിന്റെ 4 കാര്യങ്ങൾ ഞാൻ എന്റെ ഹൃദയത്തിൽ ഉള്ളത് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. തൊട്ട് ചേർന്നുള്ള വാക്യങ്ങൾ വായിക്കാം. 1, എന്തുകൊണ്ടാണ് ദൈവം അവരിൽ പ്രസാദിക്കാത്തത്? വായിക്കാം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നിങ്ങളും ദുർമോഹം. എന്തുകൊണ്ടാണ് അവരിൽ ദൈവം പ്രസാദിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ പെട്ടുപോയത്? അവർ മേഘത്തിന് കീഴിലായിരുന്നിട്ട്, അവർ ദൈവത്തെ സ്തുതിച്ചിട്ട്, അവർ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട്, അവർ മാമോദീസ ഏറ്റിട്ട്, അവർ ദൈവവഴിയിൽ നടന്ന് രക്ഷകനെ കണ്ട് യാത്ര ചെയ്തിട്ട് അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമായി, എനിക്കും നിങ്ങൾക്കും ഒരു ദൃഷ്ടാന്തമായി ദൈവമക്കളെ ഗൗരവമായി കാണണം, ഗൗരവമായി ചിന്തിക്കണം. ഒരു തോന്നിവാസിയെ നയിച്ചിട്ട്, ഒരു പത്തുവൃത്തിയെ നയിച്ചിട്ട്, ഏതെങ്കിലും സ്ഥാനമാനം വഹിച്ചിട്ട് 100 സ്റ്റേജ് പ്രസംഗിച്ചിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കരുത്. പ്രസംഗമല്ല സ്വർഗത്തിൽ പോകാൻ വ്യവസ്ഥ. ദൈവമക്കൾ ഓർത്തോളണം. അത് ഒരു അധ്യാപകനായോ, ഒരു ശുശ്രൂഷകനായോ, ഒരു സുവിശേഷകനായോ, ഒരു വൈദികനായോ മാത്രമായിരുന്നിട്ട് സ്വർഗത്തിൽ പോകാൻ ധരിക്കരുത്. അവൻ നമ്മെ പരിശോധിച്ചു നോക്കും.
നമ്മെ വിലയിരുത്തും. അവരെല്ലാവരും നേതൃത്വം കൊടുത്തവരുണ്ട്, അവരെ മുൻപിലും പിമ്പിലും നിന്ന് പ്രവർത്തിച്ചവരുണ്ട്. ആ സ്ഥാനമേറ്റവരാണ് എല്ലാവരും. എല്ലാവരും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല, രണ്ടുപേരൊഴിച്ച്. കാരണം എന്താണ്? ഒന്ന്, അവർ മോഹിച്ചതുപോലെ നിങ്ങൾ ദുർമോഹികൾ. ഒന്നാമത്തെ അവരുടെ കുറവതായിരുന്നു ദൈവമക്കളെ, അവർ ദുർമോഹികളായിരുന്നു. ഇന്നും ഈ ലോകത്ത് നമുക്കറിയാം, മനുഷ്യന്റെ സകല പാപത്തിന്റെയും പിന്നിൽ മോഹമാണ്. മോഹം പെരുത്തിട്ട് പാപത്തെ പ്രസവിക്കുന്നു എന്നാണ്. ആദം മുതൽ ഹവ്വ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ മോഹമാണ് ദൈവമക്കളെ. പഴത്തിന്റെ മനോഹാരിത, പഴത്തിന്റെ ഭംഗി, അതിന്റെ സൗന്ദര്യം, കഴിക്കണമെന്നുള്ള ആഗ്രഹം അവളുടെ ഉള്ളിൽ മോഹിച്ചിട്ട് അതിന് പ്രലോഭകനായ സാത്താൻ വഴിയൊരുക്കിയപ്പോൾ ദൈവത്തിന്റെ കൽപ്പന മനഃപൂർവമായി മറന്ന് മോഹിച്ച് അത് കഴിച്ച് പാപം ചെയ്ത ഹവ്വയും ആദമും ഒപ്പം തന്നെ. പിന്നീട് ഇങ്ങോട്ട് നോക്കൂ ദൈവമക്കളെ, പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ആഖാനെ കുറിച്ച് ശുദ്ധമുള്ള യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലുണ്ട്. യോശുവ അതിരാവിലെ എഴുന്നേറ്റു, സഭയെ കൂട്ടിവരുത്തി, കുലകുലമായി, കുടുംബമായി, ഗോത്രമായി തിരിച്ചു, ആളാം പ്രതിയായി തിരിച്ചു. അങ്ങനെ 11 കുടുംബങ്ങൾ രക്ഷപ്പെട്ട് കടന്നുപോയി. 12ാമത്തെ ഗോത്രം പിടിക്കപ്പെട്ടു. അതിനെ കുലമായി, കുടുംബമായി, വ്യക്തികളായി തിരിച്ചു. അങ്ങനെ സപ്തിയുടെ കുടുംബത്തിൽ കർമ്മിയുടെ മകനായിരിക്കുന്ന ആഖാൻ പിടിക്കപ്പെട്ടപ്പോൾ അവൻ എന്തുകൊണ്ടാണ് പിടിക്കപ്പെട്ടത്? ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി. നിങ്ങൾ കടന്നു പോകുന്ന ദേശത്ത് എരിഹോ കോട്ടയുടെ മതിലിടിച്ച് അതിനെ തകർത്ത് കടന്നു പോകുമ്പോൾ അവിടെ വെള്ളിക്കത്തികൾ കണ്ടേക്കാം, പൊൻകത്തികൾ കണ്ടേക്കാം, ബാബിലോണിയ മേലങ്കികൾ കണ്ടേക്കാം, തടിപ്പിച്ച മൃഗങ്ങൾ, കൊഴുപ്പുള്ള മൃഗങ്ങൾ അവിടെ കണ്ടേക്കാം. എന്നാൽ അവയൊന്നും നിങ്ങൾ എടുക്കരുത് എന്ന് ദൈവം കനിഷ്ഠമായി അവരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ കോട്ട കീഴടക്കി ജയം കൊണ്ട ജനം ആരവാരവത്തോടുകൂടെ കടന്നു പോകുമ്പോൾ കർമ്മിയുടെ മകനായി ആഖാൻ എന്തു ചെയ്തു? ഒരു ബാബിലോണിയ മേലങ്കിയും സ്വർണ്ണക്കട്ടിയും വെള്ളിക്കട്ടിയും കണ്ട് മോഹിച്ച് അവന്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ആരും അത് കണ്ടില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് കണ്ട് അവനെ തിരഞ്ഞെടുത്ത് ശിക്ഷിക്കുന്ന, അവനെ ഒരു കൽക്കൂനയായി ആ യാത്രയിൽ ദൈവമക്കളെ യോശുവയോടുകൂടെ യാത്ര ചെയ്ത ആഖാൻ പെട്ടുപോയത് എന്തുകൊണ്ടാണ്? ആഖാൻ മാമോദീസ ഏറ്റവനാണ്. ആഖാൻ ദൈവമക്കളെ ദൈവസഭയിൽ അംഗമാണ്. ആഖാൻ ഒരു കുടുംബത്തിൽ, ഒരു കുലത്തിൽ, ഒരു ഗോത്രത്തിൽ പെട്ടവനാണ്. പക്ഷേ ആഖാൻ ഇന്നുവരെയും ഒരു കൽക്കൂനയായി, ഒരു കൽക്കൂമ്പാലമായി മാറ്റപ്പെട്ടെങ്കിൽ അവന്റെ മോഹമാണ് അതിന്റെ കാരണം. അവൻ മോഹിച്ച് 200 ശേക്കൽ പൊൻകെട്ടി, വെള്ളിക്കെട്ടി, 50 ശേക്കൽ പൊൻകെട്ടി, ഒരു ബാബിലോണിയ മേലങ്കി എന്നിവ മോഹിച്ചെടുത്ത് ദൈവമക്കളെ വീണ്ടും നമുക്കറിയാം. ബിലെയാമിനെ നോക്കുമ്പോൾ അവൻ മോഹമാണ്. പണം സമ്പാദിക്കാൻ മോഹം, സമ്മാനങ്ങൾ വാങ്ങുവാൻ മോഹം. കഴുത പോലും അവനെ ചുമലിനോട് ചേർത്ത് ഞെക്കി അവനോട് സംസാരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മോഹമുണ്ട് ദൈവമക്കളെ. ഇന്ന് രാത്രിയും നമുക്കറിയാം, അതെ ദാവീദിനെ വീഴിച്ചത് അവൻ യുദ്ധസ്ഥലത്ത്, യുദ്ധം ചെയ്യേണ്ടിടത്ത് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത് സൈന്യാധിപന്മാരെ നിയന്ത്രിച്ച് യുദ്ധം ജയിക്കേണ്ട ദാവീദ് മട്ടുപ്പാവിലിരുന്ന് ലോക ചിന്തകളിലായിരിക്കുമ്പോൾ ദൂരെ ആയിരിക്കുന്ന സുന്ദരിയായ തന്റെ സൈന്യാധിപനായ ഊരിയാവിന്റെ ഭാര്യ ബത്ശേബയിൽ മോഹിച്ചിട്ട് ദൈവമക്കളെ എത്രയോ ചെറുപ്പക്കാർ, എത്രയോ യൗവനക്കാർ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എവിടെയാണ്? മോഹമാണ്. വലിക്കണമെന്നുള്ള മോഹം, കുടിക്കണമെന്നുള്ള മോഹം. ഇതൊരു പക്ഷേ ധരിച്ചത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അപ്പനും അമ്മയും തിരിച്ചറിയണം, അപ്പന്മാർ തിരിച്ചറിയണം. നിങ്ങൾ ബിയറും മദ്യവും കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് പങ്കിട്ട് കൊടുത്ത് അവിടെ തുടങ്ങിയതാണ് മകന്റെ മോഹം, അവിടെ തുടങ്ങിയതാണ് അവന്റെ ആഗ്രഹങ്ങൾ. എനിക്കും കുടിക്കണം, എനിക്കും വലിക്കണം, എനിക്കും പുകയ്ക്കണം. ദൈവമക്കളെ, വളരെ വേദനയോടെ പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ബന്ധു മരിച്ച് പാപ്പാക്കുടയിൽ പോയി തിരിച്ചു പോരുമ്പോൾ നമ്മുടെ ബ്രഹ്മാണ്ടം ദേവയുടെ മുമ്പില്
ഞാൻ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ തോളിൽ ഒരു ബാഗൊക്കെ ആയിട്ട് നിൽക്കുക. എന്റെ ഒരു പ്രത്യേകത, ദൈവത്തിന് സ്തോത്രം, എനിക്ക് ദൈവം ദാനമായി തന്ന വാഹനമാണ്. ആരെ കണ്ടാലും ഞാൻ കയറ്റിക്കൊണ്ടു. കാരണം ഞാൻ ഈ വാഹനമില്ലാതെ വിഷമിച്ച് യാത്ര ചെയ്യുന്നത് എനിക്ക് നല്ലവണ്ണം അറിയാം. മീൻ വണ്ടിയിലും പത്രവണ്ടിയിലും ഒക്കെ കയറിപ്പോയിട്ടുണ്ട്. പ്രസംഗം കഴിഞ്ഞ് 28 കൊല്ലമായല്ലോ ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ ആരും നിന്നാലും ഞാൻ കയറ്റിക്കൊണ്ടു പോകും. ആ യാത്രയില് നമ്മുടെ പ്രമാണം ലക്ഷ്യമോൻ ദേറ അഭിയുടെ പിതാവായ മോൻ ദിവന്യാശോസ് കൊണ്ടാണ് അവിടെ ഇപ്പോൾ ആയിരിക്കുന്നത്. ആ ദേവയുടെ മുമ്പിലായിരിക്കുമ്പോൾ അതിന് പോരുമ്പോൾ എനിക്ക് പുളിന്താനം പള്ളിയിലാണ് വികാരി. അവിടെ സമാജത്തിന്റെ യോഗത്തില് 1 മണിക്കൂർ പ്രസംഗിക്കണം. അവിടുന്ന് ഞാനൊരു ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്നുണ്ട്. പത്തിരിച്ചാല് അവിടെ പോകണം. ആ യാത്രയില് ഈ പയ്യനെ കണ്ട് കാർ നിർത്തി. അപ്പോൾ അവൻ കയറിയപ്പോഴാണ് അവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഒരു ബെഞ്ച് പോലെ ഇട്ടിരിക്കുന്ന അവിടെ നിന്ന് ഒരു സ്ത്രീ ഓടി വന്നു. ഈ കുട്ടിയുടെ അമ്മ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവൻ കയറിയപ്പോൾ അമ്മയും പുറകിൽ കയറി. ഞാൻ ചോദിച്ചു, രാവിലെ നിങ്ങൾ എവിടെ പോവാണ്, എവിടെ വീട്? അച്ഛൻ, ഞങ്ങളുടെ വീട് ഇന്ന സ്ഥലത്താണ്, ഞങ്ങൾ ദേറായിൽ നിന്ന് വരികയാണ് തിരുമേനിയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട്. ഞാൻ എന്തിനാണ് പറയുന്നത്? അവരികഴ്ത്തുവാനല്ല കേട്ടോ, ഒരു സംഭവം നിങ്ങളോട് പറയാനാണ്. അച്ഛാ, എന്റെ ഈ മകൻ ഒരു പുകവലിക്കാരനാണ്, അതിനടിമയാണ് അച്ഛാ. +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഈ മകൻ പുകവലിക്കടിമയായിട്ട് അവൻ മാനസിക രോഗാശുപത്രിയിൽ പൈങ്കുളത്തെ ചികിത്സയിലാണ്. ഞെട്ടിപ്പോയി. +1 പഠിക്കുന്ന ഒരു മിടുക്കനായ ആൺകുട്ടി മാനസിക രോഗ ആശുപത്രിയിലെ പൈങ്കുളത്തെ ചികിത്സയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മകൻ എന്റെ മുമ്പിലിരിക്കുന്ന, എന്റെ അടുത്തിരിക്കുന്ന മകനോട്, മോനെ എനിക്കെന്ത് പറ്റി അച്ഛാ? വീണു പോയി, എന്റെ 1 വർഷം നഷ്ടപ്പെട്ടു പോയി അച്ഛാ, ഞാൻ തകർന്നു പോയി. ഇനി ഞാൻ ആ പാപത്തിലേക്കില്ല, ഇനി ഞാൻ അശുദ്ധിയിലേക്കില്ല. ഞാൻ തീരുമാനമെടുത്തു. തിരുമനസിന്റെ കൂടെ 1 വർഷം ഞാൻ ആയിരുന്നു. എനിക്ക് നല്ല ഉപദേശങ്ങൾ തിരുമേനി തരുന്നുണ്ട്. എന്നെ ഒരുപാട് സ്നേഹിക്കുകയാണ്. ഈ 1 വർഷം കൊണ്ട് ഞാനൊരു പുതിയ ശുദ്ധിയായി തീർന്നിട്ട് എന്റെ നഷ്ടപ്പെട്ടു പോയ 1 വർഷം എനിക്ക് സാരമില്ല അച്ഛാ. ഞാൻ നന്നായി പഠിക്കും. ഞാൻ CBSE സിലബസിൽ പഠിച്ചതാണ് 9ാം ക്ലാസ് വരെ. ഞാൻ പഠിച്ചത് ഇന്ന സ്ഥലത്താണ്. ഇനി ഞാൻ പഠിക്കും അച്ഛാ, ഇനി ഞാൻ പാപത്തിലേക്കില്ല. ദൈവമക്കളെ, ആ കുഞ്ഞ് പറയുമ്പോൾ, മോനെ, എൻട്രൻസ് പരീക്ഷയിൽ എഴുതിയിട്ട് ഉദ്ദേശ റാങ്ക് കിട്ടാതെ 1 വർഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അനുഭവം നമുക്കുണ്ടല്ലോ. അങ്ങനെ മോൻ ചിന്തിച്ചാൽ മതി. മോന്റെ 1 വർഷം പോയി ചിന്തിക്കണ്ട. 1 വർഷം അങ്ങനെ മറന്നു കളഞ്ഞിട്ട് നന്നായി പഠിക്കണം. നീ നല്ല മിടുക്കനാവണം. സഭയ്ക്ക് കൊള്ളാവുന്ന, സമൂഹത്തിന് കൊള്ളാവുന്ന. ദൈവമക്കളെ, രാത്രിയുടെ യാമങ്ങളിൽ അനവധി സിഗരറ്റുകൾ വലിച്ച് അവൻ അതിന് അടിമയായി, അതിന്റെ രോഗിയായി മാറിയിരിക്കുന്നു. രോഗിയാണ് അവൻ. അങ്ങനെയാണ് മാനസിക ആശുപത്രിയിലെ പൈങ്കുളം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പേടിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത്, തൊടുപുഴയ്ക്ക് അടുത്താണ് ഈ പൈങ്കുളം എന്ന സ്ഥലം. അവിടെ ഒരാളെ കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ വലിയ വേദനയാണ്. അതിന് മദ്യത്തിനും പുകവലിക്കും അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലമാണ്. ആയിരക്കണക്കിന് ആളുകൾ വന്ന് ചികിത്സയിൽ പോകുന്നു. ദൈവമക്കളെ, ആ കുഞ്ഞ് +1 പഠിക്കുന്ന കുട്ടി ഒത്തിരി വേദന. എന്താ കാരണം? ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരാണ് മക്കളെ ഈ മോഹം ധരിപ്പിക്കുന്നത്? മക്കളെ ഈ മോഹം ഉണ്ടാവുന്നത് നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങൾ മാതൃകയാണെങ്കിൽ, നിങ്ങൾ മാതൃക ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ നിശ്ചയമായും അതിന്റെ പിന്നെ വരും. ദൈവമക്കളെ, ഞാൻ ഈ വരുന്ന വഴിക്ക് നാലുനാക്കൽ എന്ന സ്ഥലമുണ്ട്. അത് പോരുമ്പോൾ എപ്പിസ്കോപ്പയെ ഞാൻ ഓർക്കാറുണ്ട്. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന അച്ഛനാണ്. കുറിച്ചി പുത്തമ്പള്ളിയിൽ വെച്ചാണ് എന്റെ ആഴമായ സ്നേഹം. അച്ഛന്റെ മകളുടെ കുട്ടിയും മകളൊക്കെ വിദേശത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ മാറാടി അച്ഛ, എന്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ വന്നിനായി എപ്പിസ്കോപ്പി അച്ഛൻ കൈകൾ കൂപ്പിയപ്പോൾ കൊച്ചുമകൻ തന്റെ മകളുടെ കുട്ടി അച്ഛൻ കൈ കൂപ്പുന്നത് പോലെ കൈ കൂപ്പി നിന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്നത് പോലെ ആ കുഞ്ഞും പ്രാർത്ഥിക്കുന്നത് എന്നെ വല്ലാതെ ആകർഷിച്ചു. ദൈവമക്കളെ, എത്രയോ ശ്രദ്ധമായ മാതൃക. ഞാൻ ഈ അടുത്ത ദിവസം ഈ പറഞ്ഞ എലത്തൂർ കൂടി പുനലൂര് വരെ പോവുകയുണ്ടായി. എന്റെ സുഹൃത്ത് അവിടെ ഉണ്ട്, ബിനു എന്നാണ് പേര്. സൗദിക്ക് പോയി വരുമ്പോൾ മിക്കവാറും നെടുമ്പാശ്ശേരി വഴി എന്റെ വീട്ടിൽ വന്ന് വിശ്രമിച്ചു പോരുക പതിവാണ്. ഈ വർഷം ട്രിവാൻഡ്രത്ത് വന്നതുകൊണ്ട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലണമെന്ന് നിർബന്ധമായി പറഞ്ഞു. പോകുന്നത് നല്ല ദിവസമാണ് സാധിച്ചത്. അപ്പോൾ ഞാൻ ഈ വെണ്ണിക്കുളത്ത് അഭിന്റെ പിതാവായ ഗ്രിഗോറിയോസ് തിരുമേനി നടത്തുന്ന ധ്യാനയോഗത്തിൽ പ്രസംഗിച്ചിട്ട് ഈ എലത്തൂർ വഴി അവിടെ കടന്നു ചെന്നു. 4 വയസ്സേ ഉള്ള ഒരു കുഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്ക് പോലും ഇന്ന് വരെ അങ്ങനെ പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടിയിട്ടില്ല.
ഒരു ദൈവാത്മാവിന്റെ പ്രേരണയുള്ള കുഞ്ഞ്, 4 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് എത്ര കണിശമായി, എത്ര കൃത്യതയോടെ, എത്ര ചിട്ടയോടെ, എത്ര അടുക്കോടെ പ്രാർത്ഥിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി ദൈവമക്കളെ. ആ കുഞ്ഞ് ഭക്ഷണത്തിന് മുമ്പിൽ വന്നപ്പോ, പണ്ട് ക്രിസോസ്റ്റത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, വായിരിക്കുന്ന ചിക്കനും കയ്യിലിരിക്കുന്ന ചിക്കനും കഴിക്കാൻ പോകുന്ന ചിക്കനുമായി ഇഷ്ടം. കാരണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പലരും കഴിച്ചു തുടങ്ങി. നമ്മൾ അങ്ങനെയാണല്ലോ. എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന, ഒന്ന് കുരിശു വരയ്ക്കുന്ന, ഒന്ന് കൈകൂപ്പുന്ന 4 വയസ്സുകാരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നു. 4 വയസ്സുകാരുടെ മുമ്പിൽ ലക്ഷിക്കേണ്ടി വരുന്നു. അവൾ ആ ഭക്ഷണ മേശയുടെ അച്ഛനടുത്ത് ഇരിക്കുമ്പോൾ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച്, സ്ഫുടമായ ഭാഷയിൽ പ്രാർത്ഥിച്ച് കുരിശു വരച്ചിട്ടാണ് ഈ ലോകത്തിന്റെ ആഹാരം കഴിക്കാൻ. നമ്മളോ ദൈവമക്കളെ, നമുക്ക് എന്ത് മാതൃകയാണുള്ളത്? നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ മോഹം ജനിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു ദൈവമക്കളെ, നിങ്ങൾ നടപ്പും രൂപവും ഭാവവും ഓർത്തുകൊള്ളണം. നിങ്ങൾ മാതൃകയോടെ ജീവിച്ചില്ല എങ്കിൽ മോഹം പെരുത്തിട്ട് ഭാവത്തെ പ്രസവിക്കുന്നു. ഇവിടെ മോഹിച്ച് ദുർമോഹികളായി ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ പാലും തേൻ ഒഴുകുന്ന സ്ഥലത്തേക്ക് പോകേണ്ടവൻ ചുറ്റുപാടുകളിലേക്ക് നോക്കി. ചുറ്റുപാടുകളെ കണ്ടപ്പോൾ അവർ ലക്ഷ്യം മറന്നു, മോഹം പെരുത്തു. അവർ അവിടെ എവിടെയൊക്കെയും കൂടാരമടിച്ചു. അതാണ് ഗാദിനെ കുറിച്ച്, ഗിലെയാദിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇത് പച്ചപ്പുള്ള സ്ഥലമാണ്, ഇത് ആടുമാടുകൾക്ക് പ്രിയമേറിയതെന്ന് കണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ അക്കരയ്ക്ക് പോരുന്നില്ല. അവർ നോക്കിയപ്പോ നല്ല പച്ചപ്പുള്ളതായ സ്ഥലം, ആടുമാടുകൾക്ക് ഇതേറെ നല്ലതെന്ന് കണ്ടിട്ട് ഗാദും അതുപോലെയുള്ള ചില ഗോത്രക്കാരും പറഞ്ഞു, ഞങ്ങൾ പോരുന്നില്ല. ദൈവമക്കളെ, ലക്ഷ്യം മറക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം വിദേശത്തൊക്കെ പോവുക, കുറച്ച് പണം സമ്പാദിക്കുക, നാട്ടിൽ വരിക, സന്തോഷമായി ജീവിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ശുശ്രൂഷകനായിരിക്കുക, സൺഡേ സ്കൂൾ പഠിപ്പിക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭാവമൊക്കെ മാറും. ഇനി നാട്ടിലേക്കുണ്ടോ? പിന്നെ അവിടുത്തുകാരനായി. പിന്നെ നമ്മുടെ ചിന്തകളൊക്കെ മാറും. ദൈവമക്കളെ, ഇതുപോലെയാണ്. നമ്മുടെ മോഹങ്ങൾക്ക് പരിധികൾ കൊടുക്കണം. ദൈവം നമ്മെ നടത്തും. പക്ഷേ ഇസ്രായേൽ ജനത്തിന് എന്തു പറ്റി? അവർ ദുർമോഹികളായി ദൈവത്തെ മറന്നു, പ്രാർത്ഥന മറന്നു, ആരാധന മറന്നു, ലക്ഷ്യം മറന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ, സ്വർഗീയ പൗരന്മാരായിരിക്കുന്നവൻ വീണുപോകരുതേ. നിങ്ങൾ ദുർമോഹികളാകരുതേ. പഴയ നിയമസഭയ്ക്ക് സംഭവിച്ചു. അവർ ദൈവത്തെ അറിഞ്ഞവരായിരുന്നു, അവർ സ്നാനമേറ്റവരായിരുന്നു, അവർ സ്വർഗീയ ഭോജനം കഴിച്ചവരായിരുന്നു, അവർ സ്വർഗീയ പാനീയം കുടിച്ചവരായിരുന്നു, അവർ ക്രിസ്തുവിനെ അനുഗമിച്ചവരായിരുന്നു. പക്ഷേ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി, എനിക്കും നിങ്ങൾക്കും ഒരു ദൃഷ്ടാന്തമായി. നാം വീണു പോകരുത് ദൈവമക്കളെ. നാം ഇക്കരെ പെട്ടുപോകേണ്ടവരല്ല. നാം ചെങ്കടൽ കടന്ന് മരുഭൂപ്രയാണത്തിൽ യാത്ര ചെയ്ത് മരണമെന്ന യോദ്ധാൻ കടന്ന് നിത്യ സ്വർഗത്തിലേക്ക്, നിത്യ ജീവിതത്തിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ പെൺകുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ഇവിടെ ഒരു ജീവിതമല്ല, ഇവിടെ നമുക്കൊരു സ്വർഗീയ ജീവിതമുണ്ട്, നമുക്കൊരു ഇറ്റേണൽ ലൈഫ് ഉണ്ട്, ഒരു നിത്യ ജീവിതമുണ്ട്. വല്ലൊരുത്തിനെയും കെട്ടി 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി ഇവിടെ ജീവിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല. നമുക്കൊരു സ്വർഗീയ പൗരന്മാരാണ്, നാം സ്വർഗീയ വിളിക്കോഹരിക്കാരാണ്. അതുകൊണ്ടാണ് നിന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ചില ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും നിറഞ്ഞ കണ്ണുകളോടെ, തികഞ്ഞ വിശ്വാസത്തോടെ ആ പള്ളിനടയിൽ സത്യം ചെയ്ത് അല്ലെങ്കിൽ ഉറപ്പ് പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പൊന്നച്ചൻ 29-ാം തീയതി വെള്ളിയാഴ്ച തീരുമാനമെടുത്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരു കൊതിയത് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ, നിങ്ങളും ദുർമോഹികളാകരുത്. മോഹം പാപത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. നമുക്കറിയാം, സ്വന്തം ഭർത്താവിനെ, സ്വന്തം കുഞ്ഞിനെ, അമ്മായിയമ്മയെ കൊലപ്പെടുത്താൻ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ചത് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തിനോട് കൂടെ ജീവിക്കണമെന്നുള്ള മോഹം. എന്തൊരു ഇതാണ്. പറഞ്ഞു വെച്ചു, കാമുകനോട് പറഞ്ഞു, ഇത്ര സമയത്ത് വരിക, മകളെ കൊല്ലുക, അമ്മായിയമ്മയെ കൊല്ലുക, ഭർത്താവിനെ കൊല്ലുക, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം.
ഈ കൊച്ചു കേരളത്തിലാണ് സംഭവിച്ചത്. മോഹം. ദൈവമക്കളെ, സ്വന്തം കുഞ്ഞിനെയും അമ്മായി അമ്മയെയും കൊല്ലുന്നത് കണ്ടുകൊണ്ടിരുന്ന, അതിന് പ്രേരണ കൊടുത്തുകൊണ്ടിരുന്ന, അതിനാഹ്വാനം ചെയ്ത ഒരു പെൺകുട്ടി ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ട്. ഭർത്താവ് ഭാഗ്യവശാൽ മുറിവേറ്റവനായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ദൈവമക്കൾ, എവിടെയാണ് നാം ജീവിക്കുന്നത്? മനുഷ്യന്റെ മോഹം ഇന്ന് നിയന്ത്രണമില്ലാത്ത, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ നോക്കുക. 17 വയസ്സുകാരൻ 70 വയസ്സുകാരെ മുത്തശ്ശിയെ എന്തിനാ അമ്മിക്കല്ലിന് ഇടിച്ച് കൊന്നു? നാം എവിടെയാ ജീവിക്കുന്ന ദൈവമക്കളെ? നാം ആയിരിക്കുന്ന ലോകം എന്താണ്? മോഹം. കുഞ്ഞുങ്ങളോട് ചില ആളുകൾ കാണിക്കുന്ന അതിക്രമങ്ങൾ, ഇതൊക്കെയും ദുർമോഹം. ഇസ്രായേൽ ജനത്തിന്റെ പതനത്തിന് കാരണം, അവർ പെട്ടുപോകാൻ കാരണം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു ദൈവമക്കളെ. നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പോലെ ദുർമോഹികളാകരുത്. ഇന്ന് മനുഷ്യന്റെ സ്ഥിര അവനെ ഇന്ന് നയിക്കുന്നത് അവന്റെ മോഹങ്ങൾക്ക് അറുതിയില്ല. എൻ്റെ യാത്രയിൽ ഞാൻ ചിലരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്ക് മതി അച്ഛാ. കൊതമംഗലം മർത്തമറിയം വലിയ പള്ളി കത്തീഡ്രൽ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട മത്തായി കല്ലിങ്കലച്ചൻ, അദ്ദേഹം മെത്രാപ്പൊലീത്തൻ ഡെസിഗ്നേറ്റ് ആയിരുന്നു പണ്ട് 1974-75 സട്ടബാവ പട്ടയത്ത് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മെത്രാപ്പൊലീത്തൻ ഡെസിഗ്നേറ്റ് സാധിച്ചില്ല. വിവാഹിതനായി അദ്ദേഹം ഇന്ന് പള്ളി വികാരിയാണ്. ആ അച്ഛനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അച്ഛനെ വലിയ സമ്പന്ന കുടുംബത്തിലെ അച്ഛനാണ്. അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അച്ഛൻ ഏത് പള്ളിയിൽ ചെന്നാലും ആ പള്ളിക്കാർ വിടില്ല. 8 കൊല്ലം 10 കൊല്ലമൊക്കെ ഒരു പള്ളിയിൽ, എന്തു പ്രശ്നമുള്ള പള്ളിയിൽ ചെന്നാലും അച്ഛൻ ചെന്നാലും ആ പ്രശ്നം തീരും. എനിക്കറിയാം, ഓടക്കാലി പള്ളി, തോളേലി പള്ളി, അങ്ങനെ പല പള്ളികളിൽ അച്ഛനിരിക്കുന്ന പള്ളിയിലെല്ലാം ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട്. എന്നെ വലിയ സ്നേഹമാണ്. എനിക്ക് അച്ഛനിൽ നിന്ന് പഠിച്ചൊരു കാര്യം, എനിക്കൊരു മോഹവുമില്ല അച്ഛൻ. ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ്, തൃപ്തനാണ്. എന്ത് നല്ല അദ്ദേഹം പറയാൻ ഒന്നിനെ കുറിച്ചു, വലിയ പള്ളിയെന്നോ ചെറിയ പള്ളിയെന്നോ ഇടവകക്കാർ കുറഞ്ഞ പള്ളി ഒരു ചിന്തയില്ല. എവിടെ എന്നെ ആക്കി വെക്കുന്നുവോ അവിടെ വിശ്വസ്തയോടെ ആയിരിക്കാൻ. അങ്ങനെ വെളുത്തുരുത്തി ഞാൻ അച്ഛനെ കണ്ടു. ചോറ്റാനിക്കരയ്ക്ക് അച്ഛന്റെ പഴയ സ്കൂട്ടറിന്റെ പുറകിലിരുത്തി എന്നെ പ്രസംഗം കഴിഞ്ഞ് തിരുവാങ്കുളത്ത് കൊണ്ടുവിടാൻ പോവുകയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ സംതൃപ്തനാണ് ജീവിതത്തിൽ, മതി അച്ഛ, ഇനഫ് ആൻഡ് മോർ. അച്ഛൻ പറഞ്ഞ വാക്കതാണ്, ഇനഫ് ആൻഡ് മോർ, മതി. എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാൻ സാധിക്കും, മതി കർത്താവേ, രോഗമില്ലാത്ത ഒരു ശരീരം എനിക്ക് തന്നാൽ മതി, എനിക്ക് കോടികളൊന്നും വേണ്ട. സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഒരു കിടക്ക 1000 നോട്ടുകൾ കൊണ്ട് പണിതീർത്ത് അതിൽ കിടന്നുറങ്ങാൻ ശേഷിയുള്ളവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവമക്കളെ, ദുർമോഹങ്ങളോട്, മോഹങ്ങളാണ് നമ്മെ പാപത്തിലേക്ക് വലിച്ചിഴക്കുന്നത് തിരിച്ചറിയുക. ഒന്ന്. രണ്ടാമതായി, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം പെട്ടുപോയത്? എന്തുകൊണ്ടാണ് അവർ അക്കരെ എത്താത്തത്? എന്തുകൊണ്ടാണ് അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിക്കാത്തത്? ആകയാൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ, പഴയ നിയമസഭ വീണുപോയത് എന്തുകൊണ്ടാണ്? ഒന്ന്, അവർ ദുർമോഹികൾ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകരുത്. 2, അടുത്ത ചേർന്ന വാക്യം വായിക്കാം. രണ്ടാമത്തെ കാരണം, ജനം തിന്നുവാനും